അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം സുരേഷ് ഗോപിയുടെ വിജയം പിന്നെ BJPയേക്കാൾ കൂടുതൽ അനിവാര്യമായൊരു ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തുള്ളത്. ഞാൻ മറ്റ് വിഷയങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. അപ്പോൾ അവർ തന്നെ ജയിപ്പിച്ച ഒരു MPക്കെതിരായി ഇന്ന് ഉയർന്നു വന്ന ആരോപണം എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ മൊത്തം വിഷയങ്ങളിലാണെങ്കിൽ കൂടിയും ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടുള്ള വിഷയത്തിൽ LDF അങ്ങനെ ഒരു നിലപാടെടുത്തു പോകും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നമുക്കറിയാം ഇതിൻ്റെ ഇന്ന് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള വിജിലൻസ് കേസ്, ആ കേസ് കോടതി സ്വീകരിക്കാതിരുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. എന്താണ്, MR അജിത് കുമാർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ ടൂളാണ്. അപ്പോൾ ആ കേസിൽ പോലും, വിജിലൻസ് കേസിൽ പോലും MR അജിത് കുമാറിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന ഗവൺമെൻറ് സുരേഷ് ഗോപിക്കും, സുരേഷ് ഗോപിയുടെ ചേട്ടനും, സുരേഷ് ഗോപിയുടെ അമ്മയ്ക്കും, സുരേഷ് ഗോപിയുടെ സഹോദരങ്ങൾക്കുമെതിരായി ഇരട്ടക്കാർഡ് കൈവശം വെച്ചെന്ന് കേസെടുക്കുന്നത് മലയാളത്തിൽ മലയാളികളായ ആരും തന്നെ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ ഗവൺമെൻറ്റിൽ നമുക്ക് പ്രതീക്ഷയൊന്നുമില്ല. സംസ്ഥാന ഗവൺമെൻറ്റിലും കേന്ദ്ര ഗവൺമെൻറ്റിലും പ്രതീക്ഷയില്ല. ഇലക്ഷൻ കമ്മീഷന്റെ പ്രതീക്ഷ നേരത്തെ തന്നെ നശിച്ചുപോയതാണ്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായി നിയമപരമായ നടപടി എന്ന രീതിയിൽ തിങ്കളാഴ്ച ഇവിടെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അതിനുശേഷം മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പോകും. അതോടൊപ്പം തന്നെ 20,000-ഓളം വരുന്ന ഇതിനകത്ത് 20,000-ഓളം വ്യാജ കാർഡുകൾ പക്ക ക്രിമിനൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ശേഖരിക്കാനുള്ള നിയമപരമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും കേരളത്തിലെ തൃശ്ശൂരിലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് 20,000-ഓളം ആളുകൾക്കെതിരായി പ്രത്യേകം പരാതികൾ തയ്യാറാക്കും. 20,000-ഓളം പിന്നെ FIRകൾ തയ്യാറാക്കുന്ന നടപടികളിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ആദ്യത്തെയും അവസാനത്തെയും അല്ല എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിൽ കൂടിയും ഇതിനൊരു അറുതി വരുത്തേണ്ടത് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്.